ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വാക്ക് തരുന്നു. നിങ്ങൾ പറയുന്ന മാസം, പറയുന്ന തീയതി, പറയുന്ന മുഹൂർത്തത്തിൽ. ജയ, നീ എന്തായി കാണിക്കുന്നത്? അച്ഛാ, എടുത്തയാളല്ലേ? ആ മന്ത്രിപുത്രിയുടെ മനസ്സിൽ നിന്നോടുള്ള വിശ്വാസത്തിന്റെ വിത്ത് പാകിയത് നീ തന്നെയാണ്. അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നീ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകുമെന്ന ധൈര്യമാണ് ആ കുട്ടിക്ക് നിന്നോടുള്ള ഇഷ്ടമായി മാറിയത്. അത് ചിലപ്പോ ആ കുട്ടിയുടെ തെറ്റായിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കണ്ണി ചോരയില്ലാത്ത ആ അമ്മയുടെ മകനുണ്ടല്ലോ, വെറും തെമ്മാടിയായ ദീപക്, അവന്റെ കയ്യിലേക്ക് ആ പാവം മാഡത്തിന്റെ ജീവൻ വിട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തില് നീ ഉണ്ടാവരുത് മോനെ. ഉണ്ടായാൽ ആ പാവം പെൺകുട്ടിയുടെ ശാപം നിനക്ക് കിട്ടും മോനെ. അതേ മോനെ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഹൃദയമോൾക്ക് നീ കൂടെ ഉള്ളതായിരുന്നു ധൈര്യം. അതായിരുന്നു അവളുടെ ആശ്വാസം. ആ നീ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഹൃദയമോളെ ആ കൊള്ളരുതാത്തവന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. ആ പാവത്തിന്റെ ജീവിതം അവന്റെ കൂടെ നരകായി പോവും. നീ അമ്മയച്ഛനും പറയുന്നത് നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക്. പാവല്ലേടാ നിന്റെ ഹൃദിക മാഡം. അമ്മ, ഞാൻ എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? എന്താ രാധമ്മേ, എന്താ കാര്യം? രുക്മിണി, അത് അയ്യോ, ഇതെന്തു പറ്റി? രാജന്റെ മുഖത്തൊരു വാട്ടം, ആകെ ഒരു ക്ഷീണാണല്ലോ. എന്തു പറ്റി രാജു? ഒന്നുമില്ല. ഋതികയുടെ വിവാഹത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മോനെയാണല്ലോ വർമ്മ സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. രമ്യ പറഞ്ഞു. എന്നാലും മോന്റെ മനസ്സ് ആന്റി സമ്മതിച്ചു കേട്ടോ. വർമ്മ സാറിനോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടി വർമ്മ സാറിന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി കുറെ കാലത്തേക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞ എന്തൊരു തങ്കപ്പെട്ട മനസ്സാ മോന്റേത്. ഇങ്ങനെ ഒരു മോനെ കിട്ടിയ രാധമ്മയും വേണുചേട്ടനും എത്ര വലിയ ഭാഗ്യം ചെയ്തവരാ. എല്ലാരും ഉണ്ടല്ലോ. എന്താ രുക്മിണിയമ്മേ, പതിവില്ല എവിടേക്ക്? അതും വളരെ സന്തോഷത്തില്. ജയൻ ഋതികയുടെ കല്യാണം കൂടാൻ വന്നതായിരിക്കും അല്ലേ? ആ, അതെ. പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു മോനെ? ഓ, ഭഗവാന്റെ കൃപ കൊണ്ട് നന്നായി പോകുന്നുണ്ട്. ദേ, കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാ രുക്മിണി ആന്റിയോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മള് ബന്ധുക്കളല്ലേ ജയമോനെ? ഏത് വകയില്? അതെന്താ വേണോട്ട് അങ്ങനെ ചോദിച്ചേ? എന്റെ അനിയനെയല്ലേ ഇവിടുത്തെ ശ്രീലക്ഷ്മി വിവാഹം കഴിച്ചേ. അപ്പോ നമ്മള് ബന്ധുക്കളല്ലേ വേണമെങ്കിലേ. എന്നിട്ട് അവരെവിടെ? നിങ്ങളുടെ വീട്ടിലുണ്ട്. വഴക്ക് പറഞ്ഞ അവരെ ഇറക്കി വിട്ടില്ലേ? വഴക്ക് പറയും, ഇനിയും വഴക്ക് പറയും. അതെന്തിനാ? അവർക്ക് ജീവിക്കാനുള്ള വാശിയുണ്ടാവാൻ. വാശിയോടെ ജീവിച്ചാൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുമെന്ന് ഓർത്തല്ലേ ഞാൻ അവര് വഴക്ക് പറഞ്ഞേ. അല്ലാതെ എനിക്ക് എന്റെ മകനോടും അവന്റെ പെണ്ണിനോടും അവരുടെ വീട്ടുകാരോടും വെറുപ്പാണെന്നാണോ നിങ്ങൾ കരുതുന്നേ? പുറമേ നിന്ന് നോക്കിയ കരിങ്കല്ലാണെന്ന് തോന്നിയാലും ഈ രുക്മിണിയുടെ മനസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെയാ. അറിയാവോ? കരയാതമ്മേ,
രുക്മിണി ആന്റി എന്ത് പാവാ അല്ലേ അല്ലേ അച്ഛാ? രുക്മിണി വന്ന കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. ആ വേറെന്താ വേണിച്ചേട്ടാ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മകൾ രമ്യയുടെയും രാജുവിന്റെയും വിവാഹം കാണണം. അല്ല, ഇത്ര വേഗം വിവാഹം നടത്തുക പറഞ്ഞ എങ്ങനെയാ? അയ്യോ, കല്യാണ ചെലവിന്റെ കാര്യമൊന്നും ഓർത്ത് രാധമ്മ വേണമെങ്കിലും വിഷമിക്കണ്ട. അതൊക്കെ അമ്മ നോക്കിക്കോളും, അല്ലേ അമ്മേ? അംബികമ്മേടം തരുന്നിരുന്ന് കുറച്ചെടുത്ത് ചെലവാക്ക്. 1 കോടി എന്നുള്ളത് സംസാരിച്ച് ഞാനൊരു 1.5 ആക്കാം. ആണോ? അതേന്നെ, കല്യാണ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങള് ചെക്കനെ ഞങ്ങൾക്ക് തന്നാ മതി. അതൊന്നും ശരിയാവില്ല. ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അതെ, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ അനിയന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവൻ ഇതുവരെ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. പ്രിയേ, മുതിർന്നവര് സംസാരിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറയുന്നുണ്ടോടി? അളിയൻ എന്തിനാ ചേച്ചി വഴക്ക് പറയുന്ന? ചേച്ചി പറയുന്നത് കാര്യമില്ലേ? എന്ത് കാര്യം? അളിയുടെ കൈന്ന് എന്തിന്? കൈതാ ഇത് വാ. അളിയ ചുമ്മാരി. ഞാൻ വാക്ക് തരുന്നു രുക്മിണി ആന്റി, നിങ്ങൾ പറയുന്ന മാസം, പറയുന്ന തീയതി, പറയുന്ന മുഹൂർത്തത്തിൽ. ജയ, നീ എന്തായി കാണിക്കുന്നത്? അച്ഛാ, എടുത്തയാളല്ലേ? രുക്മിണി ആന്റിക്കും രമ്യക്കും സന്തോഷായില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ആ ചെല്ലുന്നേ, ധൈര്യമായിട്ട് ചെല്ല്. ആ ശ്രീയുടെ ഹരീഷിന്റെ കാര്യം മറക്കല്ലേ. രാധമേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്രീയുടെ കാര്യത്തില് വിഷമിക്കണ്ട കേട്ടോ. ആ കാര്യത്തിന് നമുക്ക് ഉടനെ ഒരു പരിഹാരം ഉണ്ടാക്കാം. രാജു, ഞങ്ങൾ ഇറങ്ങാം. ഞാൻ വിളിക്കാം. എന്ത് തെമ്മാടിത്തരം നീ കാണിച്ചേ? അവനിട്ട് 2 കൊടുക്ക് വേണു കേട്ടാ. എന്താണ് ഇങ്ങനെ? അച്ഛാ, എന്നെ തല്ലിക്കോ, പക്ഷേ ആര് ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. രമ്യ എന്നെ നേരിട്ട് വന്ന് കണ്ട് രാജുവിനെ വിവാഹം കഴിക്കണമെന്ന് അവൾ ആഗ്രഹത്തിന് കൂട്ടുനിന്ന കുറച്ച് ക്യാഷ് തരാന്ന് പറഞ്ഞിരുന്നു.